എല്ലാ സ്ത്രീകളും ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം. എല്ലാവർക്കും തന്നെ ഇപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേർക്കും ഒരുപോലെ ജോലിക്ക് പോയി മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കില്ല ഉണ്ടാവുക. ഇപ്പോൾ ഒരാള് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പൃഥ്വിരാജിന്റെ വൈഫ് സുപ്രിയ മേനൻ കല്യാണം കഴിക്കുന്ന ടൈമിൽ അവര് വളരെ സക്സസ്ഫുൾ ആയിട്ട് BBC വർക്ക് ചെയ്തിരുന്നൊരു ജേർണലിസ്റ്റ് ആയിരുന്നു. കല്യാണം കഴിഞ്ഞ സമയത്ത് അത് അതുപോലെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ പൃഥ്വിരാജിന്റെ കരിയറിൽ ആ സമയത്ത് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ആ സമയത്ത് അത്രയും ഗ്രോത്ത് വരുന്നൊരു ടൈമാണ്. അപ്പോൾ ആ സമയത്ത് രണ്ടുപേരും കൂടെ ജോലിക്ക് പോയാൽ അവർക്ക് ശരിയാവില്ല. അപ്പോൾ അവർ ഡിസൈഡ് ചെയ്തു ഒരാൾ ജോലിക്ക് പോവുക, ഒരാൾ വീട്ടിൽ നിന്നിട്ട് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. അത് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. കുറച്ചു കാലം കഴിഞ്ഞ് മോളൊക്കെ വളർന്നു കഴിയുമ്പം ഇവർ തീരുമാനിക്കുന്നു ഇവർക്ക് പറ്റുന്ന രീതിയിൽ ഒരു കരിയറിലേക്ക്, ഒരു പ്രൊഡക്ഷനിൽ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഇൻകം ഉണ്ടാക്കുന്നതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്ന് അവർ തീരുമാനിക്കുന്നു. ഇതുപോലെയാണ് ഏതൊരു മനുഷ്യരുടെയും അവസ്ഥ. ചിലപ്പം വൈഫ് വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നു, ഗ്രോത്ത് കൂടുതലുണ്ടാകുന്ന ഒരവസ്ഥയിൽ ഹസ്ബൻഡിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് വീട്ടിൽ നിൽക്കേണ്ടതായിട്ട് വരും. നേരെ തിരിച്ച് ഹസ്ബൻഡിനാണ് അത് വേണ്ട, ആ ഒരു സപ്പോർട്ട് വേണ്ടത് എന്നുണ്ടെങ്കിൽ അത് ആ സമയത്ത് വൈഫ് അത് ഇവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ആണെന്ന് പറയാം. ഇതിനകത്തൊന്നും ഇതിങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു നിയമമൊന്നും വെച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇതൊക്കെ വളരെ പേഴ്സണലാണ്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണം, അതേസമയം അതെങ്ങനെ വേണം എന്നുള്ളത് ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സ് ആണ്.